ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനം 43:5. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിലുള്ള പ്രത്യാശയും വിടുതലിനായുള്ള പ്രാർത്ഥനയും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 42:5-11 ഭാഗങ്ങളിൽ ഇതേ വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. ഭക്തികെട്ട ജനത്തിൽ നിന്നും വിടുവിച്ച് തനിക്ക് ന്യായം പാലിച്ചു തരുവാൻ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനിവാസത്തിലേക്ക് മടങ്ങി വരുമാറ് ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി നിരാശാജനകമായ തൻ്റെ അവസ്ഥയിൽ നിന്നും പ്രത്യാശയിലേക്ക് എത്തപ്പെടുവാൻ സങ്കീർത്തനക്കാരന് ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും ആവശ്യമാണ്. പ്രിയ ദൈവവേദനയിലെ പ്രലോഭനങ്ങൾ അടിപ്പെഴുമ്പോഴും ശത്രു നമ്മുടെ മേൽ പ്രബലമാകുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിയെയും വിശ്വസ്തതയും നാം മറന്നുപോകാതെ അവനിൽ ആശ്രയിക്കുക. നിരാശാജനകമായ സാഹചര്യങ്ങളിൽ ലോകത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് നമ്മുടെ രക്ഷയുടെ ദൈവമായിരിക്കുമ്പോൾ നാം വിഷാദിക്കുവാൻ പാടില്ലെന്ന കാര്യം സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായ നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിനാൽ കർത്താവിൽ ആനന്ദിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. കർത്താവിൽ പ്രത്യാശയോടെ എല്ലാ നിരാശാജനകമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും. God bless us all.